രാവിലെ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അരമണിക്കൂറിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റബിൾ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫ്രിഡ്ജിലുള്ള കുറേ വെജിറ്റബിൾസ് ഒന്ന് എടുത്ത് അതിൽ കുറച്ച് പട്ടാണിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും തക്കാളിയും ബീൻസും ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം തന്നെ നമുക്കൊരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇനി നമ്മുടെ വിസിലൊന്ന് കൂവുന്നവരേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്ത് 5 6 കാഷ്നട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 3 ഏലക്കായും 3 ഗ്രാമ്പൂവും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 2 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെയും ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണം വരും. അപ്പോഴത്തേക്ക് മനസ്സിലായിക്കോ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ മല്ലിയില കൂടെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വീട് മണക്കുന്ന തരത്തിലുള്ള കാറ്ററിംഗ് സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.